ആകാശവാണി വാർത്താവീക്ഷണം. പശ്ചിമേഷ്യയിൽ സൂര്യോദയം. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുവർണ. 2023 ഒക്ടോബർ 7 ഓർക്കാപ്പുറത്ത് ആരംഭിച്ച ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഓർക്കാപ്പുറത്ത് തന്നെ ഒപ്പിട്ട ഒരു കരാറിലൂടെ സമാധാനത്തിന്റെ സൂര്യോദയമാവുകയാണ്. 50,000-ലേറെ പേരുടെ ജീവൻ കവർന്ന യുദ്ധം സമാധാനത്തിന്റെ നൂൽപാലത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. സമാധാനത്തിന്റെ ഉദയകിരണങ്ങളെ മറയ്ക്കുന്ന കാർമേഘങ്ങൾ ഇടയ്ക്കിടെ പ്രകാശം മറയ്ക്കുന്നുമുണ്ട്. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് തടവുകാരുടെ വിമോചനം ഇസ്രയേൽ തടഞ്ഞുവച്ചിരിക്കുകയാണ്. അടുത്ത ഘട്ടം ബന്ദികളുടെ മോചനം ഉറപ്പുതരാതെ അവരെ വിട്ടയക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. ഹമാസ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ വലിയ വില ഇതായിരിക്കാം. മൃതദേഹങ്ങളെ അപമാനിച്ച ഹമാസ് നടപടിയിലുള്ള പ്രതിഷേധമാണ് ഇതെന്ന് കരുതാം. നെതന്യാഹു വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുകയാണെന്ന് ഹമാസ് പ്രതിനിധി ബസേം നെയിം ആരോപിച്ചു. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടം ചർച്ച തുടരുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം ആദ്യമായിരുന്നു ചർച്ച തുടങ്ങേണ്ടിയിരുന്നത്. ഇതിനിടെ ഇസ്രയേലിന്റെ അധീനതയിലുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശത്തേക്ക് ടാങ്കുകൾ നീങ്ങുകയാണ്. ആദ്യമായാണ് ആ ഭാഗത്ത് ടാങ്കുകൾ എത്തുന്നത്. ഹമാസ് ആശങ്കയോടെയാണ് ഇത് കാണുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ അടുത്ത വർഷം കൂടി ടാങ്കുകൾ അവിടെ തുടരുമെന്നാണ് ഇസ്രയേൽ ഉറപ്പിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് കരാർ നേരിട്ട മറ്റൊരു കടുത്ത പ്രതിസന്ധിക്ക് അയവ് വരുത്തി. ഫെബ്രുവരി 15 ശനിയാഴ്ച 3 ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചു. പകരം 369 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. ഇവരിൽ സായുധസേനാ നേതാവും പലസ്തീൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ സാന്നിധ്യവുമായ അഹമ്മദ് ബൌർ ഖട്ടിയുമുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നെന്ന് പറഞ്ഞ് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. എങ്കിൽ യുദ്ധം തുടങ്ങുമെന്ന് ഇസ്രയേലും ഗുരുതര ഭവിഷ്യത്തുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താക്കീത് നൽകി. അനിശ്ചിതത്വത്തിനൊടുവിൽ ഹമാസ് വഴങ്ങി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17 തുടങ്ങി അനന്തമായി നീണ്ടുപോയ യുദ്ധം ആകസ്മികമായാണ് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയത്. 18 മാസത്തിനു ശേഷം ജനുവരി 19 ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് സമ്മതിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ 8 മാസം മുൻപ് തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. ഇത് പക്ഷേ വെടിനിർത്തലിന്റെ 1ാം ഘട്ടമേ ആകുന്നുള്ളൂ. ഇതിന്റെ പുരോഗതി അനുസരിച്ചായിരിക്കും അടുത്ത വെടിനിർത്തൽ. ഇതുപ്രകാരം ഇസ്രയേൽ 2000 പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ഹമാസ് 33 ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കും. ഘട്ടം ഘട്ടമായുള്ള ആ നടപടിയാണ് ഒരു സ്തംഭനത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. വെടിനിർത്തൽ നിർദ്ദേശം 2024 മെയ് മാസം അന്നത്തെ US പ്രസിഡന്റ് ജോ ബൈഡനാണ് മുന്നോട്ട് വെച്ചത്. അന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എതിർത്തു. ഇപ്പോഴത്തെ വിമോചന പ്രക്രിയയുടെ സമയം 6 ആഴ്ചയാണ്. സൈനിക വിന്യാസം നടത്തിയിരുന്ന നെറ്റ്സറീം ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിന്മാറിക്കഴിഞ്ഞു. ഈജിപ്തും ഖത്തറും പിന്മാറ്റം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ജസീറ വാർത്താ ചാനലിനോട് ഖത്തർ ഗവൺമെന്റ് വക്താവ് പറഞ്ഞതിങ്ങനെ: വ്യവസ്ഥകളോട് ഇരു രാജ്യങ്ങളും നീതി പുലർത്തുന്നു എന്നും മോചിതരായവർക്ക് സുരക്ഷിതമായി സ്വഭവനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തും. അതേ അവസരത്തിൽ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി കരാറിനെക്കുറിച്ച് ആശങ്ക അറിയിച്ചു. ഇതൊരു ദുർബലമായ എന്നാൽ ജീവൽ പ്രധാനമായ കരാറാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത ഒത്തുതീർപ്പിനോട് കാണിച്ചാലേ വെടിനിർത്തൽ വിജയിക്കൂ. ജനുവരി 1 ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളുടെ പരിണിത ഫലമാണ് ഈ വെടിനിർത്തൽ. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിച്ചു. US പ്രതിനിധി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ വർഷം 12 തവണയാണ് പശ്ചിമേഷ്യ സന്ദർശനം നടത്തിയത്. ബന്ദി പ്രതിസന്ധി ഒരു മുൻഗണനാ വിഷയമായി തന്നെ ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്തു. താൻ ചുമതലയേൽക്കുന്ന ജനുവരി 20 മുൻപ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഈ കരാർ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇനി വേണ്ടത്. ഇരുഭാഗവും ഇക്കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുന്നുണ്ട്. ഇതുവരെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ എല്ലാ ബന്ദികളും ഗാസയിലില്ല. 100-ൽ താഴെ പേരെ അവിടെ ഇപ്പോഴുള്ളൂ. പലരും മരിച്ചതായാണ് കരുതുന്നത്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെ കടുത്ത പ്രതിഷേധം ഇസ്രയേലിലുണ്ട്. ഇസ്രയേലിനുണ്ടായിരുന്ന മേൽക്കൈ ഇല്ലാതായി എന്നാണ് പ്രതിപക്ഷ വിമർശനം. ജയിലിൽ നിന്ന് മോചിതരായവർ ഭാവിയിൽ വീണ്ടും ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതയും അവർ കാണുന്നു. ഫത്ത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായ അബ്നി അൽ മഷ്നിയുടെ അഭിപ്രായത്തിൽ ഭൗമരാഷ്ട്രീയപരമായി US-ന്റെ സ്വാധീനം ചെങ്കടലിന് ചുറ്റും കുറച്ചതാണ് ഈ കരാറിന്റെ നേട്ടം. എങ്കിലും അത്ര സുഗമമായൊന്നുമല്ല കരാർ നടത്തിപ്പിന്റെ പോക്ക്. ഫെബ്രുവരി 17 ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഗാസയിൽ 3 പേർ മരിച്ചെന്ന് ഹമാസ് അറിയിച്ചു.
തെക്കൻ നഗരമായ അൽ ഷൌക്കയിലെ പോലീസുകാരായിരുന്നു ഇവർ. അന്യനാടുകളിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാൻ വിന്യസിച്ചതാണ് ഇവരെയെന്ന് ഹമാസ് അവകാശപ്പെട്ടു. ആയുധധാരികളായ ധാരാളം ആളുകൾ തെക്കൻ പ്രദേശങ്ങളിലേക്ക് സംശയകരമായി നീങ്ങുന്നത് കണ്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. പരസ്പര വിശ്വാസം ഇരുകൂട്ടർക്കുമില്ല എന്നതാണ് സത്യം. ജനുവരി 19 നിലവിൽ വന്ന കരാർ പ്രകാരം 6ാം വട്ട ബന്ദി തടവുപുള്ളി കൈമാറ്റം നടന്നതിന്റെ പിറ്റേന്നാണ് ഈ സംഭവം. വെടിനിർത്തൽ വന്ന ശേഷം ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ വ്യോമാക്രമണമായിരുന്നു അത്. മധ്യഗാസയിൽ സംശയകരമായ വാഹനം കണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഈ മാസം 2-ന് അവർ ആക്രമണം നടത്തിയിരുന്നു. യുഎസിന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഫെബ്രുവരി 16-ന് ടെല്ലവീവിലെത്തിയിരുന്നു. പുതിയ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ പശ്ചിമേഷ്യ സന്ദർശനമാണിത്. ഹമാസിനുമേൽ നരകവാതിലുകൾ തുറക്കുമെന്നും ഇറാന്റെ കഥ കഴിക്കുമെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗാസയിലെ പലസ്തീൻകാരുടെ സംഖ്യ 20 ലക്ഷത്തിലേറെ വരും. അവരെ ജോർഡാനും അറബ് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ നയം. പകരം ഗാസയെ അമേരിക്ക വികസിത ഭൂപ്രദേശമാക്കും. ഇത് ചർച്ച ചെയ്യുകയായിരുന്നു റൂബിയോയുടെ ലക്ഷ്യം. സൗദി അറേബ്യയിലും UAE-യിലും റൂബിയോ സന്ദർശനം നടത്തി. ഹമാസ് 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ അതിക്രമിച്ചു കടന്നതിന്റെ ഫലമായി 50,000-ഓളം പേർക്കാണ് ജീവനും സ്വത്തും നഷ്ടമായത്. വൈറ്റ് ഹൌസിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വരവ് ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഗാസ പ്രദേശത്തെ അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനു മുൻപ് അവിടെയുള്ള പലസ്തീൻകാരെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. ഇത് സംബന്ധിച്ച ഉച്ചകോടി കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യയിലെ റിയാദിൽ നടന്നു. US, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. അമേരിക്ക സന്ദർശിച്ച ജോർദാൻ രാജാവ് ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അറബ് ലോകത്ത് ഈ നീക്കത്തിനെതിരെ പ്രതിരോധം ഉയർന്നു വരുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും വെടിനിർത്തലിന്റെ 1-ാം ഘട്ടം കാര്യമായ പരിക്കുപറ്റാതെ നടന്നു. 2-ാം ഘട്ട വെടിനിർത്തലിന്റെ ചർച്ചകൾ തുടരേണ്ട സമയമാണിത്. പക്ഷേ അന്തരീക്ഷത്തിൽ ആശങ്കയുണ്ട്. കാർനേഗി എൻഡോവ്മെന്റിലെ മുതിർന്ന ഫെലോ ആയ ആരോൺ ഡേവിഡ് മില്ലറുടെ അഭിപ്രായത്തിൽ അധികാരത്തിൽ തുടരുക എന്ന നെതന്യാഹുവിന്റെ ആഗ്രഹം തന്നെയാണ് ഏറ്റവും വലിയ തടസ്സം. ഇതൊരു ശാശ്വത പരിഹാരമല്ല, താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്ന് ഇസ്രയേലുകാർക്കും പലസ്തീൻകാർക്കും നന്നായി അറിയാം. ഒക്ടോബറിൽ നടന്നത് 2000, 2008, 2014, 2018 വർഷങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളുടെ തുടർച്ച മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാസയെ ഒരു വികസിത നഗരമാക്കാൻ ട്രംപ് ഒരുങ്ങുന്നത്. മുഖ്യ ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്കായിരിക്കും. ഗാസ ഒരു അന്താരാഷ്ട്ര നഗരമായി മാറും. പല ദേശീയതകളിൽപ്പെട്ട പൗരന്മാർ അവിടെ താമസിക്കും. ഇപ്പോൾ നരകമായി മാറിയ ഗാസ അങ്ങനെ സ്വർഗമായി മാറും. അതാണ് ട്രംപിന്റെ സ്വപ്നം. ഗാസയെ നല്ല വൃത്തിയുള്ള മനോഹരമായ പ്രദേശമാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിശ്വസനീയമായ അന്താരാഷ്ട്ര സ്ഥലമായി അത് മാറുന്നതിൽ അമേരിക്ക മുഖ്യ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അത് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഈ നിർദ്ദേശത്തെ പിന്തുണച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്. ലോകശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള തന്ത്രമാണിതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. നന്നായി ചിന്തിച്ചുറപ്പിച്ച പദ്ധതിയല്ല ഇത്. ഹമാസ് ഒരു സായുധ ശക്തിയായി പുനഃസംഘടിച്ചിട്ടുണ്ടെന്നാണ് വിരമിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. തുടർച്ചയായ ഇടവേളകളിൽ ഉണ്ടാവുന്ന യുദ്ധം ഇനിയും ഉണ്ടാവാം. പശ്ചിമേഷ്യയിൽ യുദ്ധം സ്ഥിരവും സമാധാനം താൽക്കാലികവുമാണെന്ന് സാരം. ഹമാസിനെയും ഹെസ്ബുള്ളയെയും ഹൂതികളെയും സൈനികമായി പിന്തുണച്ചു പോന്ന ഇറാനോടുള്ള സമീപനത്തിലും ട്രംപ് മാറ്റം വരുത്തും. ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാർ 2018 ട്രംപ് പിൻവലിച്ചിരുന്നു. അതിനു പകരം പുതിയ മെച്ചപ്പെട്ട ദീർഘകാലത്തേക്കുള്ള ഒരു കരാർ ഇറാനുമായി ട്രംപ് ഇനി ഒപ്പിടുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ കഴിയുന്ന ആൾ ട്രംപ് മാത്രമാണ്. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഒരു ശാശ്വത സമാധാന രേഖയ്ക്ക് രൂപം നൽകാൻ കഴിയുക അദ്ദേഹത്തിനു മാത്രമാണ്. നെതന്യാഹുവിനെ അനുസരിപ്പിക്കാൻ കഴിയുന്ന ആളും അദ്ദേഹം മാത്രമാണ്. പശ്ചിമേഷ്യയിലെ സമാധാന സംസ്ഥാപനത്തിലൂടെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുക എന്ന മോഹവും അദ്ദേഹത്തിനുണ്ട്. പശ്ചിമേഷ്യയുടെ ഈ താൽക്കാലിക ആശ്വാസം ശാശ്വത ശാന്തിയായി വികസിക്കട്ടെ എന്നാണ് സമാധാനകാംക്ഷികളുടെ പ്രാർത്ഥന. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.